ശിവരാത്രിയുടെ അന്ന് മെയിൻ രാത്രി ഉറക്കളക്കുക. ചിലപ്പോൾ ഒന്നിക്കൂടുതൽ ആഗ്രഹം വെച്ചിട്ടാണ് ശിവരാത്രി എടുക്കുക. കൊച്ചു കുട്ടികൾ തൊട്ട് ശിവരാത്രി എടുക്കേണ്ടതാണ്. തൃശ്ശൂർ ഭയങ്കര ആഘോഷമാണ്. ഈ സമയത്ത് ചെരുപ്പിട്ട് വരെ അകത്ത് കയറും ആൾക്കാർ. അകത്തെന്ന് പറഞ്ഞാൽ നാലമ്പൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു നിയന്ത്രണം അവിടെ നടക്കില്ല, അത്രയ്ക്ക് ജനസാഗരമാണ്. നമ്മുടെ ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരായ ആനന്ദവന സ്വാമിയുടെ ഒരാഗ്രഹമായിരുന്നു തിരുനാവായയിലെ മഹാമഹം നടത്തണം. നമ്മുടെ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പാലാഴി മദനമാണ്. പല രീതിയിലുള്ള തോട്ട്സ് വരും നമുക്ക്. പ്രായമാകാണ്ട് എല്ലാവർക്കും യൗവനരായിട്ടിരിക്കണം. അതിനെന്താണ് അമൃതപാനം ചെയ്യണം. എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കണ കംപ്ലീറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കാം. ഐ ആം സ്ട്രോങ്, ഐ ആം യുണീക്ക് എന്നൊക്കെ നോക്കി പറയാമെന്ന് അദ്ദേഹം പല കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശിവരാത്രി വരികയാണ്. അപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ശിവരാത്രി വ്രതങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിനെന്തെങ്കിലും വ്രതത്തിൽ ഭക്ഷണം കഴിക്കണോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പല ആളുകൾക്കുമുണ്ട്. അതൊന്ന് പറഞ്ഞു തരാമോ? ശിവരാത്രി നമ്മളിപ്പോൾ മഹാമഹം കഴിഞ്ഞ് നിൽക്കുകയാണ്. അതെ, മാഹമാസം മകൻ നക്ഷത്രത്തിൽ പൗർണമി വരുന്ന ദിവസം. പക്ഷേ ഇപ്രാവശ്യം പൂയം നക്ഷത്രത്തിൽ വന്നു. 2-3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. അങ്ങ് പോയിരുന്നോ? ഞാൻ പോയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന അമാവാസിയോടനുബന്ധിച്ചാണ് ശിവരാത്രി വരുന്നത്. അപ്പം ശിവരാത്രി ഭൂമിയുടെ ആരംഭത്തിൽ ഭൂമി പാലാഴി കടഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് അമൃത് കിട്ടാനായിട്ട് ദേവന്മാർക്ക് അമൃത് കിട്ടാനായിട്ട് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം കിട്ടിയത് കാളകൂട വിഷം. അത് ശിവൻ പാനം ചെയ്യുകയും അത് ഉള്ളിലേക്ക് പോയാൽ മരിക്കുമെന്ന് കണ്ടുകൊണ്ട് പാർവതി ദേവി കഴുത്തിൽ പിടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പറയുന്ന കഥ. അപ്പോൾ ആ കഥ അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ചോ ഇല്ലയോ. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഇവിടെ ഒരു ഇതുള്ളതെന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്കില്ല, ആണുങ്ങൾക്ക് ഇവിടെ ഒരു നീലകണ്ഠൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു മുഴയുള്ളത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എന്തുവാട്ടെ, പക്ഷേ ഇതിനകത്തൊരു സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കെല്ലാം ആഗ്രഹങ്ങളുണ്ടല്ലേ. ആഗ്രഹമില്ലാത്ത മനുഷ്യനില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഒന്നും വേണ്ട എന്ന് പറയുന്ന സർവ്വസംഖ്യ പരിത്യാഗിയായ ആൾക്കാർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ആശ്രമങ്ങൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരായ ആനന്ദവന സ്വാമിയുടെ ഒരാഗ്രഹമായിരുന്നു തിരുനാവായയിലെ മഹാമഹം നടത്തണമെന്ന്. എത്രയോ 200-300 വർഷത്തോളമായി. അത് അദ്ദേഹത്തിൽ നിന്ന് വന്നൊരാഗ്രഹമാണ്. ആ ആഗ്രഹം അവിടെ സഫലീകൃതമായി. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു തപോ നിഷ്ഠയിലുള്ളവരായതുകൊണ്ട് അത് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതുപോലെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ പല ടൂൾസ് ആവശ്യമുണ്ട്, ടെക്നിക്സ് ആവശ്യമുണ്ട്. അതിൻ്റെ ഒരിതാണ് പൂജ അല്ലെങ്കിൽ ധർമാനുസൃതമായ എന്തെങ്കിലും ചര്യകൾ നടത്തുക. അതിലൊന്ന് പറയട്ടെ, നമ്മുടെ അബാക്കിൻ്റെ സ്പിരിച്വൽ കോൺക്ലേവിൽ പൂജയെക്കുറിച്ച് അതിലാണെന്ന് തോന്നുന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത്. പൂജയെക്കുറിച്ച് പൂക്കൾ അർപ്പിക്കുന്നതും ജപവും ചേർന്നാണ് പൂജയെന്ന് അദ്ദേഹം ഒരു വിവക്ഷ തന്നു. അത് ആദ്യമായിട്ട് അത് കേൾക്കുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് അത് അതിൽ മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വളരെ സന്തോഷം തോന്നി. അപ്പോൾ എന്ത് കാര്യത്തിലും ഈ ഒരു നമ്മൾ ഒരു സമർപ്പണ മനോഭാവത്തോടെ നമ്മളെ ആഗ്രഹം തീവ്രമാക്കിക്കൊണ്ട് അത് 100% നടക്കുമെന്ന് ഉത്തമ ബോധ്യത്തോടെ നമ്മൾ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യണതിൻ്റെ ആദ്യത്തെ ഇതാണ് ശിവരാത്രി എന്ന് പറയാം. നമ്മുടെയുള്ള പുരാണങ്ങൾ നോക്കിയാൽ ശിവൻ്റെ ഇതിനെക്കുറിച്ച് പല പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. രാമായണത്തിലുൾപ്പെടെ വാൽമീകി എഴുതിയ രാമായണത്തിൽ ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നു പാലാഴി മദനം. അപ്പോൾ ഈ ശരിക്കും പാലാഴി മദനം ഒന്ന് പറഞ്ഞാൽ ഞാൻ 2 രീതിയിൽ ഇത് പറയാം. പാലാഴി മദനം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി നടക്കുകയാണ് അവിടെ. പക്ഷേ ആ സൃഷ്ടി നടക്കുമ്പോഴത്തേക്കും ആസുരിക ശക്തികളും ദൈവിക ശക്തികളും കൂടിയാണ് വലിക്കുന്നത്, ദേവന്മാരും അസുരന്മാരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്താണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയാം. നമ്മുടെ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പാലാഴി മദനമാണ്. പല രീതിയിലുള്ള തോട്ട്സ് വരും നമുക്ക്. ആദ്യം അത് ചെയ്യണോ ഇത് ചെയ്യണം, ആദ്യം സ്മോൾ അടിക്കണോ ചായ കുടിക്കണോ എന്ന് പോലെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായ
സുരാപാനം വേണോ അതോ അമൃതപാനം വേണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ ചിന്തകളാണ് ഇപ്പോൾ ആധുനിക ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇതിൽ നടക്കുന്നത്. നമ്മുടെ മനസ്സ് പാലാഴി മദനത്തിലാണ്. എന്ത് വേണം, ഏതിലേക്ക് പോകണം എന്നുള്ള പാലാഴി മദനത്തിലാണ്. അവിടെയാണ് ഇവിടെ ദേവന്മാർക്ക് എല്ലാവർക്കും പ്രായമാകാൻ പാടില്ല. പ്രായമാകാണ്ട് എല്ലാവർക്കും യൗവനരായിട്ടിരിക്കണം. അതിനെന്താണ്, അമൃതപാനം ചെയ്യണം. അമൃതപാനം ചെയ്യണമെങ്കിൽ ദേവന്മാർക്കും അമൃത ആവശ്യമുണ്ട്. ഈ സാധനം കിട്ടിയാൽ നമുക്കും ദേവന്മാരെ പോലെ തന്നെ സുന്ദരന്മാരും ഇതാകാൻ ദീർഘായുസും അല്ലെ മരണമില്ലാത്തവരാകാന്ന് പറഞ്ഞ അസുരന്മാരും ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒത്തൊരുമയോടെ കൂടിയുള്ള പിടിവലിയാണ് അവിടെ പാലാഴിമത നടക്കുന്നത്. ആവശ്യം അമൃതമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആചരണം പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ ദിവസം, ശിവരാത്രിയുടെ മുമ്പത്തെ ദിവസം ഒരിക്കലെടുക്കും, പ്രദോഷം വരും, ഒരിക്കലെടുക്കും. ഒരിക്കലെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞാൽ പിന്നെ തീർത്ഥപാനമാണ് മിക്കവരും. ശിവരാത്രി മിക്കവരും ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ, അത് ആചരിക്കുന്നവർ. എന്നിട്ട് ഉറക്ക വിളയ്ക്കും. ഉറക്ക വിളച്ചിട്ടാണ് ഈ കാര്യത്തിൽ അവർ പിന്നെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടത്തേതായ കാര്യങ്ങളുണ്ട്, ആചാരങ്ങൾ ഇതൊക്കെയുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഞാനാണെങ്കിലും പണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് നോക്കി എന്തിനാണ് ശിവരാത്രി ഇങ്ങനെ പോയി ഉറക്കളച്ചിരിക്കണം എന്നൊക്കെ ഞാൻ ചോദിക്കും. പക്ഷേ ഈ മൈൻഡ് പവറിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, മനുഷ്യൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കണതിൻ്റെ ഒരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ. നമ്മളത് ഇതിൽ പറയുന്നതിൽ കുഴപ്പമില്ല. ഇല്ല. കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പണ്ട് തൊട്ട് പറഞ്ഞിരുന്നത് രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിടക്കപ്പായയിലിരുന്ന് തന്നെ ഈശ്വരനെ വിളിക്കണം. ഈശ്വരനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടത് പ്രാർത്ഥിക്കണമെന്നുള്ളത് പൂർവികന്മാർ പറഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ ഇതിൽ നമ്മളൊരു മൈൻഡ് പവറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ അവർ അഫർമേഷൻ പറയുന്ന എല്ലാം രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പറയാനാണ് പറയണത്. ഇത് തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതീയ ഋഷിമാർ പറഞ്ഞിരുന്നത്. രാത്രി കിടക്കുമ്പോഴും അന്ന് എന്തെങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അപരാധ സഹസ്രാണി ക്രിയന്തകർണിശമയ എന്ന് പറഞ്ഞൊരു ശ്ലോകമൊക്കെ ഉണ്ട്. എന്തെങ്കിലും അപരാധങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സംഭവിച്ചെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തിട്ട് രക്ഷിക്കണം. അതുപോലെ നമ്മുടെ ആഗ്രഹം അതൊക്കെ പറഞ്ഞിട്ട് സംസ്കൃതമായിരുന്നു ഈ ഇത് വരികയാണ്. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കണ കംപ്ലീറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡിൽ മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് ഉറങ്ങാനും പാടില്ല. അർദ്ധബോധത്തോടെ നമ്മുടെ തീവ്രമായ ആഗ്രഹത്തിൽ നമ്മൾ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിന് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും. ഇപ്പോൾ കൊച്ചു കുട്ടികളോട് രാവിലെ അവർ എഴുന്നേൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുകയാണ്, ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ, നല്ല ആനമുട്ട കിട്ടുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവൻ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുകയില്ല. ഇതിനൊരു സൊല്യൂഷനാണ് നമ്മുടെ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, ഐ ആം സ്ട്രോങ്, ഐ ആം യുണീക്ക് എന്നൊക്കെ നോക്കി പറയുകയെന്ന് അദ്ദേഹം പല കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു മയക്കത്തിലുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് നമ്മളെവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല, നമ്മുടെ സബ് കോൺഷ്യസ് ആണ് ആക്റ്റീവ്. ഇത് പണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് എന്ന് അവർക്കറിയില്ല. പക്ഷേ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, തുരീയം എന്നൊക്കെ അവർക്കറിയായിരുന്നു. അവർ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം അവരുടെ ഭാഷയിൽ കുറേ പൂജകളും ചിട്ടകളും ഉണ്ടാക്കി. എന്നിട്ട് ആ ദിവസം ഈ പൂജകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും ഓരോ വിധത്തിലുള്ള വ്രതാചരണമുണ്ട് നമുക്ക്, മനസ്സിലായി. അപ്പോൾ അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ അഖിലേൻ അല്ലെ ലോകത്തെല്ലാവരുമായിട്ട് ആചരിക്കുന്ന ശിവരാത്രി. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് മെയിൻ രാത്രി ഉറക്കളക്കുകയാണ്. ഉറക്കളച്ചിട്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പാർവതി എന്തിനാണ് ശിവന് മരണം സംഭവിക്കരുത്, വിഷം താഴോട്ടിറങ്ങരുത്. അതോടൊപ്പം തന്നെ ഇവിടെ അമൃത കടയിൽ നടക്കുകയാണ്. ഇവിടെ കളകുടം വിഷം ഇതാണ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിച്ചുകൊണ്ടിരിക്കുന്നത് സക്സസ് ആയിട്ട് അവിടെ നിന്ന് അമൃത് കിട്ടുകയും വേണം. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനാണ്. എന്നാൽ പാർവതി ഉറങ്ങാൻ പാടില്ല. പാർവതി ഉറങ്ങിക്കഴിഞ്ഞാൽ കൈ അഴിയും, ഈ വിഷം വയറ്റിലേക്ക് പോകും. അത് നടന്നോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആവശ്യക്കാരൻ, എന്താണോ ആവശ്യം, അതിന് വേണ്ടിയിട്ട് അശ്രാന്തമായിട്ട് പരിശ്രമിക്കുക. കംപ്ലീറ്റ് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്,
എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അതുപോലെ തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശിവരാത്രിയുടെ സമയത്ത് ഏറ്റവും ശിവരാത്രി വ്രതം എടുത്താൽ അത് നടന്നിരിക്കുന്നതാണ്. പലരുടെ അനുഭവം അതാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കളക്കിയാൽ ഇരിക്കുക തന്നെ ചെയ്യും, കിടക്കുകയല്ല. അവിടെ എന്തെങ്കിലും കലാപരിപാടികൾ കാണും, അല്ലെങ്കിൽ ഭജനയോ അങ്ങനെ എന്തെങ്കിലും കാണും. ഈ സമയത്ത് ഫുള്ള് ഇവർ കോൺഷ്യസ് കട്ടായെങ്കിലും വേറൊരു ലോകത്തിലായിരിക്കും ഇവർ. സബ് കോൺഷ്യസ് ഒരു മായാലോകത്തിലാണെന്ന് പറയാം. ആ മായാലോകത്തിലുള്ളപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ശിവരാത്രി എടുക്കും. ഇപ്പം ഞാനൊരു ശിവരാത്രി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ശിവരാത്രി എടുക്കുകയുള്ളൂ. മനസ്സിലായി? എൻ്റെ ഒരു ആഗ്രഹം, ആരാണെങ്കിലും ഒരാഗ്രഹം, ചിലപ്പോൾ ഒന്നിക്കൂടുതൽ ആഗ്രഹം വെച്ചിട്ടാണ് ശിവരാത്രി എടുക്കണം. അപ്പോൾ ഈ ശിവരാത്രിയുടെ സമയത്ത് ഈ ആഗ്രഹം തന്നെ മനസ്സിൽ വിചാരിക്കണമെന്നാണ് പറയുന്നത്. ഈ ആഗ്രഹം തന്നെ മനസ്സിൽ വിചാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വ്രതം എടുത്ത്, ഒന്ന് ആഹാര നിയന്ത്രണം വരുത്തി. ആഹാര നിയന്ത്രണം വരുത്തിയ എന്താണ്? വിശക്കുന്നവന് ഉറങ്ങാൻ പറ്റുകയല്ലേ മര്യാദയ്ക്ക്? ഇത് വെറുതെ അല്ല അവർ പറഞ്ഞു. വിശക്കുന്നവന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അവർ ചിലപ്പോൾ ഉറങ്ങിയാലും പിന്നെയും ഉണരും. അപ്പോൾ ഈ മയക്കത്തിൽ വന്നിട്ട് ഇവർ ഈ തീവ്രമായിട്ട് ആഗ്രഹം കൊണ്ടുവരുമ്പോഴത്തേക്കും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, നടന്നിരിക്കും. അത് കാര്യം സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഇത് പോവുകയാണ്, കമാൻഡ്സ് പോവുകയാണ്. അതോടൊപ്പം എല്ലാം ഇതിനു വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ച് അവരിങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്, ഈ ആഗ്രഹം തീവ്രമാകുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൈൻഡ് പവറിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ BMW കാർ എടുക്കണമെന്ന് വിചാരിച്ചു വെച്ചാൽ, ഈ BMW കാർ എടുക്കണമെന്ന് തീവ്രമായിട്ട് നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മുടെ കണ്ണിപ്പെടുന്നതെല്ലാം BMW കാറായിരിക്കും എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം ഒന്ന് നമ്മുടെ മനസ്സ് തേടുന്ന അതാണ്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രാഹുലും ഞാനും എവിടെയെങ്കിലും വെച്ച് കണ്ടു, ഇപ്പോൾ നമ്മുടെ 6 ലൈൻ ഹൈവേ ആണെന്ന് വെച്ചു, അപ്പുറത്ത് രാഹുൽ നിൽക്കണം, ഇപ്പുറത്ത് നിൽക്കണം. ഞാൻ രാഹുലിനെ കണ്ട്, രാഹുൽ എന്നെ കണ്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ അവിടെ രാഹുലാണല്ലോ നിൽക്കണമെന്ന് പറഞ്ഞ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നിൽക്കണ ഭാഗത്തേക്ക് രാഹുൽ തിരിഞ്ഞു നോക്കും. ഇത് മിക്കവർക്കും സംഭവിക്കുന്നത്, നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് തീവ്രമായിട്ട് ആലോചിക്കുമ്പോൾ ആ ആളുടെ ഫോൺ കോൾ വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും. ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലൊരു കണക്ഷൻ വരുന്നതാണ്. ഈ സബ് കോൺഷ്യസ് ലെവലിൽ വരുന്ന ആ ഒരു ഇത് നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് അവർക്കും അത് കണക്റ്റ് ആവും, അത് അവർക്കും കണക്റ്റ് ആവും. അതുകൊണ്ടാണ് സംഭവിച്ചിട്ടില്ലേ, നമ്മൾ ഒരാളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആളുടെ കോൾ വരികയോ മെസ്സേജ് വരികയോ ചെയ്തിട്ടില്ലേ. ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണിത്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും അടുപ്പുള്ള ആളുകൾ വിളിക്കും. എത്ര വിഷമത്തിലിരിക്കുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് അവരുടെ ഏറ്റവും അടുത്തുള്ള ഒരാൾ വിളിച്ചിരിക്കും. ഇതാണ് കാര്യം. ഈ സബ് കോൺഷ്യസ് ലെവലിൽ ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്, ഈ ഇങ്ങനത്തെ ഇത് നമുക്കിപ്പോൾ സബ് കോൺഷ്യസ് ഒക്കെ പറയാനായിട്ട് നമുക്ക് പറ്റും. കാര്യം ആധുനിക രീതിയിൽ മനഃശാസ്ത്രം ഇതൊക്കെ പണ്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇത് തന്നെ നമ്മുടെ പുരാതന രീതിയിൽ ഋഷീശ്വരന്മാർ പറഞ്ഞു. പക്ഷേ ഈ ഋഷീശ്വരന്മാർ പറഞ്ഞത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. അതിൻ്റേതായ ആചാര്യന്മാർ മനുഷ്യന് മനസ്സിലാകാവുന്ന രീതി പറഞ്ഞും കൊടുത്തില്ല. മനസ്സിലായി? അവിടെയാണ് ഈ പ്രശ്നം പറ്റിയത്. ഇതെല്ലാം സായിബന്മാർ പോയി മനസ്സിലാക്കിയിട്ട് എന്താണ് ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് ജോസഫ് മർഫി ഫാദറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ലോട്ടറി വരെ അടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള, അടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അവരത് മനസ്സിലാക്കുക, എന്താണ് ഉപബോധ മനസ്സിൻ്റെ ശക്തിയെന്ന് അവർ മനസ്സിലാക്കുക. പക്ഷേ ഇത് നമുക്കുണ്ടെന്ന് ജാഗ്രത, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥയുണ്ടെന്ന് പണ്ടേ ഋഷീശ്വരന്മാർ പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിക്കാനാണ് ഇവരിങ്ങനെ പൂജകളെ മാധ്യമമാക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആചരണങ്ങളെ മാധ്യമമാക്കിയത്. ശിവരാത്രി, ദീപാവലി, നവരാത്രി 9 ദിവസവും ഭയങ്കരമായിട്ട് ആഘോഷങ്ങളാണ്. ശിവരാത്രിയുടെ പ്രാധാന്യം ഇതാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മാനസികമായിട്ടുള്ള പരിവർത്തനം നടക്കണം, ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണം. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ തൊട്ട് ശിവരാത്രി എടുക്കേണ്ടതാണ്. എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെറുതെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇത് ചെയ്യുക എന്നുള്ളതല്ല. തീവ്രമായിട്ടുള്ള ആ സാധനമില്ല, ആഹാരം കുറയ്ക്കണം. ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാലമാണ് അല്ലേ? ഇതിലും എന്താ സംഭവിക്കുന്നത്? ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നടക്കണം. ഇതിൻ്റെ തന്നെ ആധുനിക വേർഷൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വരിക. പണ്ടത്തെ ആൾക്കാർ, ഇപ്പോൾ പണ്ട് എന്നെ ഈ ആധ്യാത്മികതയെക്കുറിച്ച് പറഞ്ഞു തന്ന ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തിരി തിരുമേനി പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത് എന്താണ് ആവശ്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിത് ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആധുനികമായ ഇംഗ്ലീഷും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന മലയാളത്തിലും ഇത് പറഞ്ഞു തരികയാണ്. പണ്ടത് പറഞ്ഞു തരാനുള്ള ആചാര്യന്മാരില്ലായിരുന്നു, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ഈ ഭാരതീയ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ, ഇപ്പോൾ ഹിന്ദു ഇതിൻ്റെ ആണല്ലോ
ശിവരാത്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ ഹിന്ദു ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുക്കാനുള്ള ആചാര്യന്മാർ കുറവാണെന്നുള്ള. കുറേ ആചരണങ്ങൾ പറയും, കുറേ നിബന്ധനകൾ പറയും. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കരുത്, ഷർട്ട് എടുക്കണം, ഇത് ചെയ്യണം. ഇതിൽ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ശിവരാത്രി സമയത്താണോ പൂരത്തിൻ്റെ സമയത്താണോ എന്നറിയില്ല, തൃശ്ശൂർ ഭയങ്കര ആഘോഷമാണ്. ഈ സമയത്ത് ചെരുപ്പിട്ട് വരെ അകത്ത് കയറും ആൾക്കാർ. അകത്തെന്ന് പറഞ്ഞാൽ നാലമ്പൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു നിയന്ത്രണം അവിടെ നടക്കില്ല, അത്രയ്ക്ക് ജനസാഗരമാണ്. ചെരുപ്പ് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചെരുപ്പ് 2 ലോഡ് കാണും അവിടെ. അപ്പോൾ അവിടെ ചെരുപ്പിട്ടൊക്കെ ഗോപുരത്തിൽ കൂടി ആൾ പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചാമ്പും. പക്ഷേ തൃശ്ശൂർ 5 വർഷം ഉണ്ടായിട്ട് ഞാൻ തന്നെ, നമ്മൾ ചെരുപ്പ് പുറത്തിടുമ്പോൾ ആൾക്കാർ ചെരുപ്പ് ഇട്ട് പോകുന്നുണ്ട്. കാര്യം ഒരു ഗോപുരത്തിൽ കൂടി കയറിയ അടുത്ത ഗോപുരത്തിൽ. അപ്പോൾ ആചരണങ്ങളിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നമ്മുടെ തൃപ്തിയാണ്. പക്ഷേ നമ്മൾ ഒരു സാമൂഹികമായ നിയന്ത്രണം പാലിക്കണം. അവിടെ ചെന്ന് മദ്യപിക്കാനോ അത് ചെയ്യാനോ പാടില്ല. പക്ഷേ ഈ ആചരണങ്ങളിൽ നമ്മുടെ തൃപ്തിയാണ്. അവിടെ ശിവരാത്രി ആചരിക്കണം, ഷർട്ട് എടുക്കണമെന്നോ മുണ്ടും നേരിയതും വേണം ഇടാനെന്നൊന്നും പറയുന്നില്ല. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയിട്ട് നിബന്ധനകളുണ്ടാക്കി നമ്മുടെ ആധുനിക കുട്ടികളെ, നമ്മുടെ ഈ യുവതലമുറയെ, നമ്മുടെ ഈ പുരാതനമായ സംസ്കൃതി, അത് ഒരു മതത്തിൻ്റെ സംസ്കൃതിയല്ല, ഹിന്ദു എന്ന് പറയുന്ന മതമേ ഇല്ല, ഇതിൽ നിന്ന് നിബന്ധനകൾ വെച്ച് മാറ്റി നിർത്തി, നിയന്ത്രണങ്ങൾ വെച്ച് മാറ്റി നിർത്തി. പക്ഷേ സയൻറ്റിഫിക്കലി ഇവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നതാണ് കാര്യം, ഇന്നതുകൊണ്ടാണ് ചെയ്യേണ്ടത്, നമ്മളിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെ ശിവരാത്രി ആഘോഷിക്കും. ഇത് അതിനൊരു നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാണെങ്കിലും ഒരുപാട് നന്ദി.